സോ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസിൽ ARTസിൽ അടുത്തതാണ് IVF കഴിഞ്ഞ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ അടുത്തതാണ് SIFT. SIFT എന്ന് പറഞ്ഞാൽ സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ എല്ലാത്തിൻ്റെയും ആ പേരിൽ തന്നെയുണ്ട് എന്താണ് അത് മീൻ ചെയ്യുന്നത്. സൈഗോട്ടിനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എവിടേക്ക്? ഫെലോപ്പിയൻ ട്യൂബിലേക്ക്. സോ സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ SIFT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഗോട്ട് അഥവാ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് കിട്ടുന്ന സൈഗോട്ട്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നെക്സ്റ്റ് ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് ആയ ഏർലി എംബ്രിയോസ് അപ് ടു 8 ബ്ലാസ്റ്റോമേഴ്സ്. സോ സൈഗോട്ട് അല്ലെങ്കിൽ അതിൻ്റെ എംബ്രിയോ 8 ബ്ലാസ്റ്റോമേഴ്സ് സ്റ്റേജ് വരെയുള്ള ആ എംബ്രിയോസിനെ ട്രാൻസ്ഫർ ടു ദ ഫെലോപ്പിയൻ ട്യൂബ്. സോ അപ് ടു 8 ബ്ലാസ്റ്റോമേഴ്സ് വരെയുള്ള എംബ്രിയോനെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് SIFT. സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. ഫെലോപ്പിയൻ ട്യൂബിലേക്ക് സൈഗോട്ടിനെ അല്ലെങ്കിൽ 8 ബ്ലാസ്റ്റോമേഴ്സ് വരെയുള്ള സൈഗോട്ടിൻ്റെ അടുത്ത എംബ്രിയോ സ്റ്റേജ്. സോ എംബ്രിയോൻ്റെ 8 ബ്ലാസ്റ്റോമേഴ്സ് വരെയുള്ള സ്റ്റേജിനെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് നമ്മൾ പറയുന്നത് SIFT, സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. ഈ അടുത്തത് IUT, അടുത്ത ടെക്നിക്ക് IUT, ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ. അവിടെയും പേരിൽ തന്നെ ഉണ്ട്, യൂട്രസിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ എപ്പോഴാണ്? എംബ്രിയോസ് വിത്ത് മോർ ദാൻ 8 ബ്ലാസ്റ്റോമേഴ്സ്. 8 ബ്ലാസ്റ്റോമേഴ്സിന് മേലത്തെ സ്റ്റേജ്, അടുത്ത സ്റ്റേജിൽ മോർ ദാൻ 8 ബ്ലാസ്റ്റോമേഴ്സ് സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, 8 ബ്ലാസ്റ്റോമേഴ്സ് സ്റ്റേജിനേക്കാളും കൂടുതൽ എത്തിക്കഴിഞ്ഞാൽ ആ എംബ്രിയോനെ യൂട്രസിലേക്കാണ് പിന്നെ ട്രാൻസ്ഫർ ചെയ്യുക ഇൻ ടു ദ യൂട്രസ് ടു കംപ്ലീറ്റ് ഫർദർ ഡെവലപ്മെൻറ്റ്. പിന്നെ യൂട്രസിൽ വെച്ചിട്ടാണ് അതിൻ്റെ ഫർദർ ഡെവലപ്മെൻറ്റ് ഈ എംബ്രിയോൻ്റെ നടക്കണത്. സോ അതാണ് IUT, ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ. സോ SIFT എന്ന് പറഞ്ഞാൽ 8 ബ്ലാസ്റ്റോമേഴ്സ് വരെയുള്ള എംബ്രിയോനെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് SIFT എന്ന് പറയുക, സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. അതേസമയം മോർ ദാൻ 8 ബ്ലാസ്റ്റോമേഴ്സ്, 8 ബ്ലാസ്റ്റോമേഴ്സിനേക്കാളും മേലെ സ്റ്റേജ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പിന്നെ ഫെലോപ്പിയൻ ട്യൂബിലേക്കല്ല ട്രാൻസ്ഫർ ചെയ്യുക, പിന്നെ അതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എവിടേക്കാണ്? യൂട്രസിലേക്കാണ്. സോ ഇൻ ടു ദ യൂട്രസ്. പിന്നത്തെ ഡെവലപ്മെൻറ്റ് മോർ ദാൻ 8 ബ്ലാസ്റ്റോമേഴ്സ് കഴിഞ്ഞാൽ പിന്നെ ഡെവലപ്മെൻറ്റ് നടക്കേണ്ടത് യൂട്രസിലാണ്. സോ ഇൻ ടു ദ യൂട്രസ് ആണ്. മോർ ദാൻ 8 ബ്ലാസ്റ്റോമേഴ്സ് ആണെങ്കിൽ അതിനെ ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോഴാണ് അതിനെ വിളിക്കുന്നത് ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ. സോ എന്നാൽ മാത്രമേ അവിടെ ഫർദർ ഡെവലപ്മെൻറ്റ് യൂട്രസിൽ നടക്കുള്ളൂ. സോ 8 ബ്ലാസ്റ്റോമേഴ്സ് വരെയാണെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബിലേക്കും, മോർ ദാൻ 8 ബ്ലാസ്റ്റോമേഴ്സ് സ്റ്റേജിലാണെങ്കിൽ അതിനെ യൂട്രസിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. സോ SIFT എന്നും IUT എന്നും പറഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് റെസ്പെക്റ്റീവ്ലി പേര് പറയുന്നു. ഇനി ഇതുപോലെ നമ്മുടെ എംബ്രിയോസ് ഇൻസൈഡ് ദ ബോഡിയാണ്, ഫീമെയിലിൻ്റെ ബോഡിയിൽ വെച്ച് തന്നെ ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് എംബ്രിയോ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എംബ്രിയോനും ഇതുപോലത്തെ ട്രാൻസ്ഫറിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അതാണ് പറയുന്നത് എംബ്രിയോസ് ഫോംഡ് ബൈ ഇൻവൈവോ ഫെർട്ടിലൈസേഷൻ. ഇൻവൈവോ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ദ ബോഡിയിൽ തന്നെ ഫെർട്ടിലൈസേഷൻ നടക്കുക, നാച്ചുറൽ ആയിട്ടുള്ള ഫെർട്ടിലൈസേഷൻ. സോ ഇൻവൈവോ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ ഓഫ് ഗാമേറ്റ്സ് വിത്തിൻ ദ ഫീമെയിൽ. സോ മെയിൽ ഗാമറ്റ് ഫീമെയിൽ ബോഡിയിൽ വെച്ച് തന്നെ ഫ്യൂസ് ചെയ്ത് അവിടെ ഫെർട്ടിലൈസേഷൻ നടന്ന് അവിടെ എംബ്രിയോ ഫോം ചെയ്യുമ്പോൾ അതാണ് ഇൻവൈവോ ഫെർട്ടിലൈസേഷൻ. വിത്തിൻ ദ ബോഡി തന്നെ ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ ഇൻവൈവോ ഫെർട്ടിലൈസേഷൻ. ഫീമെയിലിൻ്റെ ബോഡിയിൽ വെച്ച് തന്നെ മെയിൽ ഗാമറ്റ് വന്ന് ഫെർട്ടിലൈസേഷൻ നടന്ന് അതിൽ നിന്ന് എംബ്രിയോ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ എംബ്രിയോനെ നമുക്ക് കുഡ് ബി യൂസ്ഡ് ഫോർ സച്ച് ട്രാൻസ്ഫർ. എങ്ങനത്തെ ട്രാൻസ്ഫർ? ടു അസിസ്റ്റ് ദോസ് ഫീമെയിൽസ് ഹു കനോട്ട് കൺസീവ്. സോ കൺസീവ് ചെയ്യാൻ പറ്റാത്ത ഫീമെയിൽസുകൾ, നോർമലി അവരുടെ ബോഡിയിൽ ഇങ്ങനെ ഫെർട്ടിലൈസേഷൻ നടത്താനും അല്ലെങ്കിൽ നടക്കാനും സാധ്യതയില്ലാത്തവർ, അതുപോലെ കൺസീവ് ചെയ്യാൻ പ്രഗ്നൻ്റ് ആവാൻ സാധ്യതയില്ലാത്ത ഫീമെയിൽസിന് ഇതുപോലത്തെ നമുക്ക് ഇൻസൈഡ് ദ ബോഡി പ്രൊഡ്യൂസ് ചെയ്ത എംബ്രിയോനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ടു അസിസ്റ്റ് ദോസ് ഫീമെയിൽ ഹു കനോട്ട് കൺസീവ് ചെയ്യാൻ ഡയറക്റ്റ് പറ്റാത്ത സ്ത്രീകൾക്ക് ഇതുപോലെ വേറെ ഒരാളുടെ ബോഡിയിൽ വെച്ചിട്ട് ഇതുപോലെ ഇൻവൈവോ ഫെർട്ടിലൈസേഷൻ വഴി ഫോം ചെയ്ത എംബ്രിയോനെ ഈ പറഞ്ഞ അമ്മയിലേക്ക് വേറൊരു ഫീമെയിലിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സോ കൺസീവ് ചെയ്യാൻ സാധിക്കാത്ത, പ്രഗ്നൻ്റ് ആവാൻ സാധിക്കാത്ത സ്ത്രീകൾക്ക് ഒരുപക്ഷെ നെക്സ്റ്റ് സ്റ്റേജസുകൾ അവരുടെ ബോഡിയിൽ പറ്റുമായിരിക്കും. സോ അതുവരെ എംബ്രിയോ ഫോർമേഷൻ വരെ അല്ലെങ്കിൽ എംബ്രിയോൻ്റെ ഈ ഒരു സ്റ്റേജസ് വരെ അവരുടെ ബോഡിയിൽ നടക്കാൻ സാധ്യതയില്ലാത്ത, എന്നിട്ട് കൺസീവ് ചെയ്യാൻ സാധ്യതയില്ലാത്ത സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഫീമെയിൽസിന് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലത്തെ നോർമൽ മെത്തേഡിലൂടെ ഇൻവൈവോ ഫെർട്ടിലൈസേഷനിലൂടെ ഫോം ചെയ്ത എംബ്രിയോനെ ട്രാൻസ്ഫർ ചെയ്ത് അവർക്ക് വേണമെങ്കിൽ കൺസീവ് ചെയ്യാമെന്ന്. സോ ഇതിന് എന്തിനു യൂസ് ചെയ്യാം? ടു അസിസ്റ്റ്
ദോസ് ഫീമെയിൽ, അങ്ങനെയുള്ള ഫീമെയിൽസ് സഹായിക്കുക. എങ്ങനെ? ഹു കനോട്ട് കൺസീവ് ചെയ്യാൻ സാധ്യതയില്ലാത്ത സ്ത്രീകളെ ഇതുപോലെ ഇൻ വൈവോ നോർമൽ കണ്ടീഷനിൽ ഫെർട്ടിലൈസേഷൻ നടത്തി ആ എംബ്രിയോനെ ഇതുപോലത്തെ സ്ത്രീകൾക്ക് സ്വീകരിക്കാൻ പറ്റും. അടുത്തത് ഗിഫ്റ്റ് എന്ന് പറയും. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഗാമറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് എൻ ഓവം. ഇവിടെ ഗാമറ്റ് ഉദ്ദേശിക്കുന്നത് ഫീമെയിലിനാണ്. സോ ഓവത്തിനെ ട്രാൻസ്ഫർ ചെയ്യുക. കളക്റ്റഡ് ഫ്രം എ ഡോണർ, ഒരു ഡോണറിൽ നിന്ന് ഓവത്തിനെ കളക്ട് ചെയ്യുക. ഇൻ ടു ദ ഫെലോപ്പിയൻ ട്യൂബ് ഓഫ് അനദർ ഫീമെയിൽ, ഒരു ഫീമെയിലിൽ നിന്ന് ഓവത്തിനെ കളക്ട് ചെയ്ത് വേറൊരു ഫീമെയിലിൻ്റെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതാണ് ഗാമറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. ഫെലോപ്പിയൻ ട്യൂബിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. എന്തിനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഗാമറ്റിന്. സോ ഗാമറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഓവത്തിന് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവില്ലാത്ത ഫീമെയിൽസിന് വേറൊരു ഫീമെയിൽ ബോഡിയിൽ നിന്ന് ഓവത്തിനെ കളക്ട് ചെയ്ത് എടുത്ത് ഈ ഫീമെയിലിൻ്റെ ബോഡിയിലേക്ക് ഈ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതാണ് ട്രാൻസ്ഫർ ഓഫ് എ ഓവം കളക്റ്റഡ് ഫ്രം ഡോണർ. വേറൊരാളിൽ നിന്ന് ഓവത്തിനെ കളക്ട് ചെയ്ത് അതിനെ വേറൊരു ഫീമെയിലേക്ക്, ഏത് സ്ത്രീക്കാണോ ഈ ഓവത്തിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവില്ലാത്ത ആ ഫീമെയിലേക്ക് ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ഇതിനെ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഗിഫ്റ്റ്. എങ്ങനെയുള്ള ആൾക്കാരെ പറഞ്ഞ് ഹൂ കനോട്ട് പ്രൊഡ്യൂസ് വൺ ഉദ്ദേശിക്കുന്നത് ഏത് സ്ത്രീക്കാണോ ഏത് ഫീമെയിലിനാണോ ഓവത്തിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവില്ലാതെ വരുന്നത്. സോ ഹൂ കനോട്ട് പ്രൊഡ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇറഗുലാരിറ്റീസോ കംപ്ലൈൻ്റ് ഉള്ള ഓവത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ പ്രോബ്ലമുള്ള ഫീമെയിൽസിന് ഹൂ കനോട്ട് പ്രൊഡ്യൂസ് ബട്ട് ഓവത്തിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഓവത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ പ്രോബ്ലംസ് ഉണ്ടെന്നുള്ളൂ, ബട്ട് ക്യാൻ പ്രൊവൈഡ് സ്യൂട്ടബിൾ എൻവയോൺമെൻറ്റ് ഫോർ ഫെർട്ടിലൈസേഷൻ ആൻഡ് ഫർദർ ഡെവലപ്മെൻറ്റ്. ഓവത്തിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ മാത്രമേ പ്രോബ്ലം ഉള്ളൂ, പക്ഷേ ഫെർട്ടിലൈസേഷനിലെ എൻവയോൺമെൻറ്റും അത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ഫർദർ ഇവൻറ്റുകൾ, പ്രഗ്നൻസി അല്ലെങ്കിൽ കൺസീവ് ചെയ്യാനുള്ള ആ ഇവൻറ്റുകൾക്കും ഉള്ള സാധ്യത അവരുടെ ബോഡിയിലുണ്ടെങ്കിൽ ഇതുപോലത്തെ സ്ത്രീകൾക്ക് മറ്റൊരു ഫീമെയിൽ ഡോണറിൽ നിന്ന് ഓവത്തിനെ വാങ്ങി ഇവരുടെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അതാണ് ഗിഫ്റ്റ്. സോ ഹു കനോട്ട് പ്രൊഡ്യൂസ് ഫീമെയിലിൽ ഏത് ഫീമെയിലിനാണോ ഓവത്തിന് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവില്ലാതെ വരുന്നത്, പക്ഷേ മറ്റ് എൻവയോൺമെൻറ്റ് സ്യൂട്ടബിൾ എൻവയോൺമെൻറ്റ് ഫെർട്ടിലൈസേഷനും അതിൻ്റെ ഫർദർ ഡെവലപ്മെൻറ്റുള്ള എൻവയോൺമെൻറ്റ് ആ സ്ത്രീയുടെ ഫീമെയിലിൻ്റെ ബോഡിയിൽ സാധിക്കുമെങ്കിൽ ഓവത്തിനെ മാത്രം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലമാണുള്ളതെങ്കിൽ മറ്റൊരു ഡോണർ ഫീമെയിലിൽ നിന്ന് ഇതുപോലെ ഓവത്തിനെ ട്രാൻസ്ഫർ ചെയ്ത് ഫെലോപ്പിയൻ ഈ സ്ത്രീയുടെ ഫീമെയിലിനെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ആ മെത്തേഡാണ് പറയുന്നത് ഗിഫ്റ്റ്. ട്രാൻസ്ഫർ ഓഫ് എ ഓവം കളക്റ്റഡ് ഫ്രം എ ഡോണർ ഇൻ ടു ദ ഫെലോപ്പിയൻ ട്യൂബ് ഓഫ് അനദർ ഫീമെയിൽ.